ഹലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഒരു സെൽഫ് ബർത്ത്ഡേ വിഷൊക്കെ കൊടുത്ത് അമ്പലത്തിലേക്ക് പോയി. വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനു അഞ്ജീഷൊക്കെ വന്നു. ഞാളിന്ന് ഫിലിമിന് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. 1:30 ഷോനാണ് ബുക്ക് ചെയ്തത്. മനുവിലെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. ഓൺ സെലക്ട് ചെയ്ത ഐറ്റംസ് ആണ് പോലും ഇതൊക്കെ. ആ കുഞ്ഞു മനസ്സിൽ ഗിഫ്റ്റ് വാങ്ങി വരാനുള്ള മനസ്സൊക്കെ തോന്നിയല്ലോ, ശരിക്കും ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നി. വീട്ടിൽ അമ്മ ഫുഡും പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കഴിച്ച് ഫിലിമിന് ഇറങ്ങി. ലോകയ്ക്കായിരുന്നു പോവാൻ പ്ലാൻ ചെയ്തത് ഞാള്, പക്ഷെ അതിൽ ടിക്കറ്റ് ഫുൾ ആയി പോയി. അത്യാവശ്യം ചിരിക്കാനും അതുപോലെ നല്ല ഫ്ലോയിൽ കണ്ടിരിക്കാനും പറ്റിയിട്ടുള്ള മൂവി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ മനു എന്നോട് വന്ന് പറഞ്ഞ് മേമയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, ഇന്ന് കേക്ക് വാങ്ങി കട്ട് ചെയ്യും. നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഡേ സെലിബ്രേറ്റ് ചെയ്തു. കൂടെ നിന്ന് സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ചുറ്റിലും. അതായത് ഓരോ സീറ്റിലായിട്ട് ഇരിക്കുന്ന അതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാളെ ഗഡ്സ് അപാരം തന്നെയാണ്. പുറത്തുള്ളതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തു മെല്ലെ. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് നല്ല സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം ഞാൻ കേക്ക് വാങ്ങുമെന്ന് പറഞ്ഞെങ്കിലും മനു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വീട്ടിലേക്ക് കേക്ക് വാങ്ങിയിട്ട് അവിടുന്ന് കട്ട് ചെയ്യുന്നുള്ള അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ കണ്ട് അവിടെ നിന്നിട്ട് പിന്നെ നാട്ടിലേക്ക് പോന്നു. അവിടുന്ന് ഉള്ള ഘോഷയാത്ര ഉണ്ടായിരുന്നു, അതും കുറച്ച് കണ്ട് ഇങ്ങ് പോന്നു. അപ്പോൾ ഓക്കെ, ബൈ.